നമസ്കാരം. ബുഷർ ആണവ നിലയത്തിന് ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും ഉയരുന്ന ആക്രമണ ശബ്ദങ്ങൾ യുദ്ധത്തിന്റെ അതിർത്തികളെ കടന്ന് മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ് വെറും രാഷ്ട്രീയ പ്രതികരണം മാത്രമല്ല, അതൊരു ഭീതിജനകമായ സാധ്യതയുടെ വാതിൽ തുറക്കുന്ന സൂചനയാണ്. ആണവ വികിരണം പുറത്തേക്ക് ചോരാനുള്ള സാധ്യത. ഒരു ആണവ നിലയം യുദ്ധത്തിന്റെ ലക്ഷ്യമായി മാറുമ്പോൾ അതിന്റെ ആഘാതം ഒരു രാജ്യത്തിലോ പ്രദേശത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല. അതൊരു ആഗോള ദുരന്തത്തിന്റെ തുടക്കമാകാം. മേഖലയിലെ അപകടം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തയച്ചു കഴിഞ്ഞു. ആണവ നിലയത്തിന് സമീപം നടക്കുന്ന ആക്രമണങ്ങൾ മേഖലയിലാകെ ഗുരുതരമായ മാനുഷിക പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അപലപനീയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആണവ നിലയത്തിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് വികിരണം ഉണ്ടായാൽ അത് ഇറാന്റെ അതിർത്തികൾക്കപ്പുറം ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ പോലും ഗുരുതരമായി ബാധിക്കുമെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്കിടെ 4 തവണ ബുഷർ നിലയത്തിന് സമീപം ആക്രമണം ഉണ്ടായതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ നടന്ന ആക്രമണത്തിൽ നിലയത്തിലെ സുരക്ഷാ വിഭാഗത്തിലെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായും കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ആക്രമണത്തിൽ നിലയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ സുരക്ഷിതമാണെന്നും വൈദ്യുതി ഉൽപാദനം സാധാരണ നിലയിലാണെന്നും ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിലവിൽ റേഡിയേഷൻ അളവിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് IAEA അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഗൾഫ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബുഷർ ആണവ നിലയം രാജ്യത്തെ ഏക ആണവ വൈദ്യുത നിലയം എന്ന നിലയിൽ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ആണവ വികിരണം പുറത്തേക്ക് വന്നാൽ അതിന്റെ ദോഷഫലങ്ങൾ ഉടൻ കാണാനാവുന്നതും ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഇരട്ട സ്വഭാവമുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ അത് ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് വഴിവെക്കുമ്പോൾ തലമുറകളിലേക്ക് പകരുന്ന ജനിതക പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഭൂമിയിലെ മണ്ണും വെള്ളവും വായുവും വിഷമയമാകുമ്പോൾ കൃഷിയും കുടിവെള്ളവും ഭക്ഷ്യസുരക്ഷയും എല്ലാം തകരാറിലാകും. ഒരു പ്രദേശം വർഷങ്ങളോളം, ചിലപ്പോൾ പതിറ്റാണ്ടുകൾക്ക് പോലും മനുഷ്യവാസ യോഗ്യമല്ലാത്ത നിശബ്ദ മരുഭൂമിയായി മാറും. ചരിത്രം ഇതിനകം തന്നെ ഇത്തരം ദുരന്തങ്ങളുടെ കഠിന പാഠങ്ങൾ മനുഷ്യരാശിക്ക് നൽകിയിട്ടുണ്ട്. ചെർണോബിലെ ദുരന്തവും ഫുകുഷിമ ഡെയ്ച്ചി ന്യൂക്ലിയർ ഡിസാസ്റ്ററും നമ്മെ പഠിപ്പിച്ചത് ഒരു ചെറിയ വീഴ്ച പോലും എത്ര വലിയ മനുഷ്യ പരിസ്ഥിതി ദുരന്തങ്ങളിലേക്ക് നയിക്കാമെന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും വലിയ പ്രദേശങ്ങൾ ദീർഘകാലത്തേക്ക് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ആ ദുരന്തങ്ങൾ ഇന്നും ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന മുറിവുകളായി തുടരുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ബുഷർ ആണവ നിലയത്തിനു ചുറ്റുമുള്ള ആക്രമണങ്ങൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നത്. യുദ്ധം ഒരു രാഷ്ട്രീയ സംഘർഷമാകാം, പക്ഷേ ആണവ വികിരണം അതിനെ മനുഷ്യരാശിയുടെ സംയുക്ത ദുരന്തമാക്കി മാറ്റും. അതിനാൽ ഇവിടെ ഉയരുന്ന ഓരോ ബോംബ് ശബ്ദവും വെറും സൈനിക നീക്കമല്ല, അത് മനുഷ്യ ജീവിതത്തെയും പ്രകൃതിയെയും ഭാവിയെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പാണ്. ലോകമിനി ചോദിക്കേണ്ടത് ആരാണ് ജയിക്കുക എന്നല്ല, മറിച്ച് മനുഷ്യരാശി തന്നെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നാണ്.